കാൽസ്യം അടങ്ങിയ ഭക്ഷണം ഒരു പ്രായം ചെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് എല്ലുകളിൽ അടിയും അല്ലെങ്കിൽ ജോയിൻസിൽ അടിയും, അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ കാൽസ്യം കഴിക്കുന്നതിന്റെ അത്യാവശ്യ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ പ്രിയ, കിവണ്ടി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിനറൽസിന്റെ ഇടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒന്ന് എന്ന് പറയുന്നത് കാൽസ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ പറയാറുള്ളത് കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ കാൽസ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇത് പോയി സന്ധികളിലൊക്കെ അടിയും അല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ സ്റ്റോൺ വരാൻ ചാൻസ് ആണ് ഈ കാൽസ്യം കഴിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് കാൽസ്യം ഒന്നും കഴിക്കണ്ട എന്നുള്ളൊരു മിഥ്യാധാരണ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലുകളും പല്ലുകളുടെയും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട മിനറൽ എന്ന് പറയുന്നത് കാൽസ്യമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച കാലഘട്ടം തൊട്ട് ഒരു 30 വയസ്സ് വരെയാണ് അവരുടെ ബോണിൻ്റെ ഡെൻസിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലുകളുടെ ബലം ഏറ്റവും എന്ന് പറയുന്നത് ആ ഒരു 30 വയസ്സിനുള്ളിലാണ്. അപ്പോൾ ഈ ഒരു 30 വയസ്സിൽ നമ്മൾ നിർബന്ധമായിട്ടും കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ കുറച്ച് കാലഘട്ടം കഴിഞ്ഞ് ഈ കാൽസ്യം ഒന്നും വേണ്ടേ, അല്ലെങ്കിൽ നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മൂത്രത്തിൽ കല്ല് വരുമോ എന്നുള്ള ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി വേണം. നമ്മളിൽ പലർക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറത്ത് വെയിൽ അങ്ങനെ കൊള്ളാറില്ല. നമ്മൾ ഇനി അഥവാ പുറത്തിറങ്ങുകയാണെങ്കിലും നമ്മളിൽ എല്ലാവരും തന്നെ സൺസ്ക്രീനൊക്കെ തേച്ച് ഫുൾ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്താണ് പുറത്തിറങ്ങാറ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മളിന്ന് നോക്കുന്ന ഒരു 80-90% ആൾക്കാരിലും ഇന്നൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. കുറേ ആൾക്കാരിൽ ഡെഫിഷ്യൻസിനോട് ഒപ്പം തന്നെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടും കാണിക്കാറുണ്ട്. ഒരു 30-ന് മുകളിലെങ്കിലും വൈറ്റമിൻ ഡി വേണം എന്ന് പറയുകയാണെങ്കിൽ അതിൽ 10-ന് താഴെ പോയി സിവിയർ ഡെഫിഷ്യൻസി കാണിക്കുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ ഒരു 20-ന് താഴെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത്രയും അധികം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ കാൽസ്യം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് കറക്റ്റായിട്ട് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിട്ട് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാത്ത പക്ഷമാണ് ഇതൊക്കെ പോയി അവിടെയും ഇവിടെയൊക്കെ അടിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളാനും നോക്കുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ചാൻസ്. നമ്മൾ കാൽസ്യം കഴിക്കുന്നുണ്ടെങ്കിൽ ഒപ്പം വൈറ്റമിൻ ഡി ലെവൽ കൃത്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണ്ട കാൽസ്യത്തിൻ്റെ അളവ് ഒരു അഡൽട്ട് ആകുന്നവരെ, അതായത് ഒരു 18 വയസ്സ് വരെ നമുക്കൊരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1300 മില്ലിഗ്രാം കാൽസ്യം ഒരു ദിവസം നമ്മൾക്ക് വേണം. ഇനി നമുക്കൊരു അഡൽട്ട് ആയി ഒരു 19 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും വേണ്ടത് 1000 മില്ലിഗ്രാം മാത്രം മതി. ഇനി അടുത്തൊരു കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടത് 1200 മില്ലിഗ്രാം ആണ്. ഇനി ഒരു 50 മുതൽ ഒരു 70 വയസ്സ് വരെയുള്ള പുരുഷന്മാർക്കാണെങ്കിൽ 1000 മില്ലിഗ്രാം വെച്ച് നമുക്ക് മതിയാവും. ഇനി ഒരു 70 വയസ്സിന് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ 1300 മില്ലിഗ്രാം എങ്കിലും കാൽസ്യം വേണം. പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ 70 വയസ്സിന് മുകളിൽ 1200 മില്ലിഗ്രാം കാൽസ്യം വേണം. ഇത്രത്തോളം കാൽസ്യം ഒരു ദിവസം നമ്മൾ ഇൻടേക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ഡെഫിഷ്യൻസി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽസ്യം ഇൻടേക്ക് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വൈറ്റമിൻ ഡി കൃത്യമായി കിട്ടാൻ വേണ്ടി രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഇടയിലുള്ള വെയിൽ കൊള്ളുക. ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ഓക്കെ ആണെന്ന് പറയാം. അത് മാത്രം പോരാ, നമ്മുടെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ആരോഗ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ സിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അതോടൊപ്പം നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് കിട്ടും. വൈറ്റമിൻ ഡി കറക്റ്റായിട്ടുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ ലെവൽ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുവഴി ഒരു പരിധി വരെയുള്ള രോഗങ്ങളെ നമുക്ക് തടയാനും പറ്റും. ഇനി കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽസ്യം അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ എല്ലുകളിൽ മസിൽസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു 99% നമ്മുടെ കാൽസ്യം നമ്മൾ വേഗം നമ്മുടെ ശരീരം പോയി സ്റ്റോർ ചെയ്ത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി മാറ്റിവെക്കും. ബാക്കി 1% മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങൾക്കും, ഇപ്പം മസിൽസിനായിക്കോട്ടെ ബാക്കി എല്ലാ അവയവങ്ങൾക്കും ബാക്കി കിട്ടുന്നത് 1% മാത്രമാണ്. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരം നോക്കുന്നത് എപ്പോഴും കാൽസ്യത്തിൻ്റെ ലെവൽ രക്തത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന കാൽസ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിലും ശരീരം വേഗം തന്നെ കാൽസ്യത്തിനെ എല്ലുകളിൽ നിന്നൊക്കെ വലിച്ച് രക്തത്തിലെത്തിക്കും. അതുവഴി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ കാൽസ്യത്തിൻ്റെ ലെവൽ നോർമലായിട്ടായിരിക്കും കാണിക്കും. പക്ഷേ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് തോന്നാം. നമുക്കൊരു
ഒരു 30 വയസ്സിന് മുകളിൽ എത്തുന്ന ഒരു സമയം തൊട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രഗ്നൻസി ജേണിയും ഒക്കെ വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവർക്ക് വല്ലാത്തൊരു കാൽസ്യം ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. പൊതുവേ പാലൊക്കെ കൊടുക്കുന്ന സമയത്ത് അമ്മമാർ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ജോയിൻസ് പെയിന്, മസിൽ പെയിന്, ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, ഇതൊക്കെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 30 വയസ്സിൻ്റെ മുകളിൽ എത്തുന്ന സ്ത്രീകൾ നിർബന്ധമായിട്ടും ദിവസവും ഇത്രയും അധികം കാൽസ്യം എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇൻടേക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. അതിനു വേണ്ടി കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പം നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടാവുന്ന മസിൽസ് വല്ലാതെ കഴപ്പ്, കാലിന് ഭയങ്കര ക്ഷീണം, പ്രത്യേകിച്ച് മുട്ടിൻ്റെ താഴോട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം തോന്നാറുണ്ട്. എപ്പോഴും ശരീരത്തിന് ഒരു ഉന്മേഷക്കുറവ് തോന്നും. ഇനി അതോടൊപ്പം തന്നെ എല്ലുകൾ ഭയങ്കരമായിട്ടുള്ളൊരു വേദന, പെട്ടെന്ന് ചെറിയ വീഴ്ച പോലും എല്ല് പൊട്ടിപ്പോകുന്നൊരവസ്ഥ. കുറച്ചൊരു ഏജിലൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ബാത്റൂമിലൊന്ന് തെന്നി വീണായിരിക്കും, കൈയിൻ്റെ കുഴയൊന്ന് കുത്തിയിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ ഒരു ഫ്രാക്ചർ പ്രസന്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കാല് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു തെന്നി പോകുമ്പോഴേക്കും ഒരു ഫ്രാക്ചർ പ്രസന്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ആയിരിക്കും, ഇവിടെയും ചിലപ്പോൾ ഒരു കാൽസ്യത്തിന് ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. ഇതിനിടയിൽ പല ആൾക്കാരും മുടി കൊഴിച്ചിൽ പറയാറുണ്ട്. ഇനി അതോടൊപ്പം തന്നെ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ്, ചില പാർട്സിലൊക്കെ ഉണ്ട് അവർക്ക് കൈക്ക് തരിപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ അവർ പ്രസന്റ് ചെയ്യാറുണ്ട്. ഉറക്കക്കുറവ് പറയാറുണ്ട് ഈ കാൽസ്യം ഡെഫിഷ്യൻസി കാണിക്കുമ്പോൾ. ഈ പ്രശ്നങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. ഇനി കാൽസ്യം ഡെഫിഷ്യൻസിയോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി കുറഞ്ഞാലും ഈ പറയുന്ന മുടി കൊഴിച്ചിൽ, സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൂടെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവ എപ്പോഴും സിങ്ക് ചെയ്തായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ കാൽസ്യം കുറയും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയും. ഇത് എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ലെവൽ നോർമലാക്കി നിർത്താൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കണം. ഇനി കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് മുട്ടിനിടയിൽ ഒരു ശബ്ദം കേൾക്കുക, ഒരു കിരികിര ശബ്ദം കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതും ഒരു കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും കാണാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുക. നമ്മൾക്ക് കാൽസ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നറിയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്യണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറവാണെങ്കിൽ, നല്ല രീതിയിലൊരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കൃത്യമായി സപ്ലിമെൻറ്റ്സ് എടുക്കണം. സപ്ലിമെൻറ്റ്സ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഒരു പ്രത്യേക ഒരു പാറ്റേണിലായിരിക്കണം. അല്ല ഒരു മാസത്തേക്ക് ഒരു മെഡിസിൻ കഴിച്ചു അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡോസേജ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ മെഡിസിൻ കഴിക്കണം, എത്ര ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഒരു ഡോക്ടർക്ക് മാത്രമേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണുന്നവരെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാം, കറക്റ്റായിട്ട് മെഡിസിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക. അവർ പറഞ്ഞ കാലയളവിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നമ്മൾ പൊതുവെ ഭക്ഷണത്തിലോട് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാൽസ്യം കിട്ടാൻ വേണ്ടി ഒരു ഗ്ലാസ് പാലൊക്കെ നമ്മൾ എന്നും കുടിച്ചാൽ പോരെ, അപ്പം നമുക്ക് കാൽസ്യം കിട്ടില്ല എന്നുള്ളത്. നമുക്ക് ഒരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞിരുന്നു ഒരു 1300 അല്ലെങ്കിൽ ഒരു 1000 മില്ലിഗ്രാം ആണ്. നമ്മൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു 100 മില്ലിഗ്രാം മാത്രമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചത് കൊണ്ടോ ഒരു മുട്ട കഴിച്ചത് കൊണ്ടോ, ഒരു മുട്ട കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു 50-55 മില്ലിഗ്രാം മാത്രമാണ് കാൽസ്യം. അത് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് കാൽസ്യം കിട്ടില്ല. അപ്പം മറ്റെന്തെല്ലാം ഭക്ഷണങ്ങളാണ് കാൽസ്യം അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പറയാനുള്ള ഇലക്കറികളാണ്. ഇപ്പം ഇലക്കറികളുടെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചീര, മുരിങ്ങയില, അഗസ്ത്യ ചീര, പൊന്നാങ്കണ്ണി ചീര അല്ലെങ്കിൽ സ്വർണ്ണ ചീര, ഇവയൊക്കെ ഈ ഇലക്കറികളിൽ എല്ലാത്തിലും നമുക്ക് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചീരയിൽ കുറച്ച് ഓക്സലേറ്റ് കൂടി ഉള്ളതുകൊണ്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ചീര എടുക്കുന്ന സമയത്ത് ചെറു ചൂടോടുകൂടി തന്നെ കഴിക്കാനും അതോടൊപ്പം തന്നെ അതിലൊരു ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചൊരു ഓക്സലേറ്റിൻ്റെ പ്രസൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ചീര അതോടൊപ്പം തന്നെ ഇലക്കറികൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് മല്ലിയില, കറിവേപ്പില. അപ്പം നമ്മളൊരു 100 ഗ്രാം കറിവേപ്പില എടുത്താൽ തന്നെ അതിൽ നിന്ന് ഏകദേശം കിട്ടുന്നത് 830 മില്ലിഗ്രാം ആണ്. അപ്പം ഇലക്കറികളിൽ തന്നെ അത്രയും അധികം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ധാന്യങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ റാഗി, നമ്മൾ ഒരു 6 മാസമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങുന്ന റാഗിയിൽ തന്നെ അയണും കാൽസ്യം റിച്ച് സോഴ്സാണ്. ദിവസവും നമ്മൾ റാഗി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിരമായി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ പുട്ടാണെങ്കിൽ റാഗിയുടെ പുട്ടാക്കുക, ദോശയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ദോശ മാവിൽ 1:1 റേഷ്യോയിൽ റാഗിയുടെ പൗഡറോട് ആഡ് ചെയ്ത് ദോശ മാവാകുമ്പോൾ റാഗി ദോശയാക്കാം. നമ്മൾ ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ കഴിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് റാഗി ഇൻക്ലൂഡ് ചെയ്യാം. ഇതല്ലാതെ തന്നെ റാഗി അല്ലാതെ കുക്ക് ചെയ്ത് കഴിക്കാവുന്നതുമാണ്. റാഗി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി പറയുകയാണെങ്കിൽ മുതിര ഒരു ഗുഡ് സോഴ്സ് ആണ്. അപ്പോൾ 100 ഗ്രാം മുതിര നമ്മൾ കഴിച്ചാൽ തന്നെ അതിൽ നിന്ന് ഏകദേശം നമുക്ക് കിട്ടുന്നത് 230 മില്ലിഗ്രാം കാൽസ്യമാണ്. അപ്പം മുതിര നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ നട്ട്സുകളെല്ലാം എടുക്കണമെങ്കിൽ ബദാമിൽ എക്സ്പെഷ്യലി കാൽസ്യം കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഇനി അതല്ലാതെ സീഡ്സിലാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സിൽ, ചിയ സീഡിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വസ്തുക്കളും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസാണെങ്കിൽ പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് ശേഷം മാത്രമാണ് പൊതുവെ പശുവിൻ പാല് കൊടുക്കാറ്. അപ്പോൾ അതിന് മുൻപ് തൊട്ട് തന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സായിട്ട് തൈര് ഇൻക്ലൂഡ് ചെയ്യാം. തൈര് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ബെറ്റർ സോഴ്സായിട്ട് നമുക്ക് നല്ലൊരു പ്രൊബയോട്ടിക് ആണ്. അതോടൊപ്പം തന്നെ കാൽസ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സായിട്ട് ആക്ട് ചെയ്യും.
ഇതോടൊപ്പം തന്നെ വൻപയർ, ചെറുപയർ, ചെറിയ ചെറിയ മത്സ്യങ്ങൾ, മത്തി, അയില പോലെയുള്ള മത്സ്യങ്ങൾ, ഇവയിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന പേരയ്ക്ക, പപ്പായ, ആപ്പിൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മൾബറിയുടെ കേസ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 100 ഗ്രാം മൾബറി എടുത്താൽ അതിൽ നിന്ന് ഏകദേശം 39 മില്ലിഗ്രാം കാൽസ്യം കിട്ടും. പപ്പായയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം പപ്പായ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം നമുക്ക് കിട്ടുന്നത് 20 മില്ലിഗ്രാം കാൽസ്യമാണ്. അത്രത്തോളം കാൽസ്യം ഈ പറയുന്ന ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട്. അപ്പോൾ പേരക്കയിലാണെങ്കിൽ ഏകദേശം ഒരു 100 ഗ്രാം പേരക്ക എടുത്താൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു 13 മില്ലിഗ്രാം കാൽസ്യമാണ്. അപ്പോൾ ഇത്രത്തോളം ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാൽസ്യത്തിനോടൊപ്പം തന്നെ വെയിലൂടെ കൊണ്ടുകഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയും കിട്ടും. ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഭക്ഷണങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് കാൽസ്യത്തിൻ്റെ ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും നോർമലാക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.